വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഞാൻ കാണാനായിട്ട് ഇടയായി. നമ്മുടെ മുൻ ബിഗ് ബോസ് താരവും സിനിമാ നടനുമായിട്ടുള്ള ഷിജു ഡിവോഴ്സ് ആയി എന്നൊരു ന്യൂസാണ്. ഷിജു തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കണ്ട സമയത്ത് ഞാൻ ഭയങ്കര ഷോക്കായിട്ടോ. അങ്ങനെ ഒരു ന്യൂസ് കണ്ട സമയത്ത് ഞാൻ യൂട്യൂബൊക്കെ തുറന്നപ്പോൾ അത് കണ്ടു. പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ഇതൊക്കെ കണ്ട സമയത്ത് ഇതെന്ത് എന്ന് തോന്നിപ്പോയി. അവരുടെ പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ ലൈഫാണ്. അത് എന്ത് എന്ന് നമുക്ക് ചോദിക്കാനുള്ള വോയിസ് ഒന്നുമില്ല. പക്ഷെ ഷിജു തന്നെ അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് തന്നെയാണ് ഷിജു ആ പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ഈ പോസ്റ്റ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ബിഗ് ബോസ് ആണ്. ആ ബിഗ് ബോസിലെ ആ ഫാമിലി വീക്ക് വന്ന സമയത്ത് അത്രയും നമ്മൾ കാണാൻ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി വീക്കിലെ ആ ഒരു സംഭവമായിരുന്നു ഷിജുവും ഭാര്യയും മോളും തമ്മിലുള്ള ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഷിജുവിനെ അവിടെ മാറ്റി നിർത്തുന്നു, ഭാര്യയും മോളും കൂടി വരുന്നു, ഷിജു കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, അവർ തമ്മിലുള്ള പരസ്പര സ്നേഹബന്ധം, ആ മോളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ പുറത്ത് ഇരുന്നിട്ട് ഷിജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഇന്റർവ്യൂസ്, വീഡിയോകൾ ഒക്കെ ഭാര്യ അവിടെ നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ പ്രണയ വിവാഹമാണ്. അവർ രണ്ടുപേരും രണ്ട് മതസ്ഥരാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വീട്ടുകാരൊന്നും സമ്മതില്ലാതെ രണ്ടുപേരും വിവാഹം കഴിച്ചവരാണ്. പ്രത്യേകിച്ച് 16 വർഷത്തോളമായിട്ട് ഒരുമിച്ച് ജീവിച്ച് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം ഏകദേശം അതിനുള്ളിൽ ഇങ്ങനെ ഡിവോഴ്സ് ആയി എന്നൊരു ന്യൂസ് കണ്ട സമയത്ത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നാണ് അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. നമുക്കൊരിക്കലും അത് വിശ്വസിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മൾ എന്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു എന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. അവർ ഡിവോഴ്സ് ആയെങ്കിൽ അവരുടെ കാര്യം എന്തിന് നിങ്ങൾ അതിൽ ഇടപെടുന്നു എന്ന് ചോദിക്കാം. പക്ഷേ ഞാൻ ഈ ഷിജുവുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് താരമായതുകൊണ്ട് മാത്രമാണ്. ബിഗ് ബോസിൽ നമ്മൾ മാരാരും ഷിജുവും തമ്മിലുള്ള ആ ഒരു കോംബോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫാമിലി വരുന്ന സമയത്ത് ആ ഫാമിലി വീക്കിലുള്ള സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിജുവിന്റെ ഫാമിലിയെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും അതിന് ശേഷമുള്ളതും ഒക്കെ നമ്മൾ കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാരാരുമായിട്ട് അത്രയും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു അടുപ്പാണ് ഷിജുവും ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാരാരും ഷിജുവും തമ്മിൽ ഒരുമിച്ചുള്ള വീഡിയോസും പോസ്റ്റുകളും അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അവർ തമ്മിൽ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു കാര്യം കാണുന്ന സമയത്ത് നമ്മൾ ആകെ ഷോക്കിംഗ് ആയി പോയത് ആ ബിഗ് ബോസിൽ കണ്ടുള്ള ആ ഒരു പരിചയമാണ്. ഇപ്പോൾ ബിഗ് ബോസിന് മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഷിജു എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ബിഗ് ബോസിൽ വന്ന ശേഷമാണ് ഷിജുവിന് സത്യം പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു ഐഡന്റിറ്റി കിട്ടിയിട്ടുള്ളത്. ആ ഐഡന്റിറ്റിയുടെ പുറത്താണ് നമ്മൾ ഇങ്ങനെ ബിഗ് ബോസ് താരം ഡിവോഴ്സ് ആയി എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഷോക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാം ബിഗ് ബോസിൽ മത്സരിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ഡിവോഴ്സ് ആയിട്ടുള്ള കഥകളും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒക്കെ നമ്മളിങ്ങനെ പല ന്യൂസിലും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ്. ഇപ്പോൾ സീസൺ 1 തൊട്ട് ഇതുവരെയുള്ള സീസണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ബിഗ് ബോസിൽ വന്ന് മത്സരിച്ചതിന് ശേഷം ഒരുപാട് പേരുടെ ലൈഫ് തകർന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ബിഗ് ബോസിൽ മത്സരിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഉറപ്പ് എങ്ങനെയാണ് ബിഗ് ബോസിൽ വന്നതുകൊണ്ടാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഒരുപാട് പേരുടെ ലൈഫും ജീവിതത്തിനൊക്കെ ഒരുപാട് പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെന്താ ബിഗ് ബോസിൽ വരുന്നവർക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം പെട്ടെന്ന് ചോദിക്കാൻ തോന്നാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കമന്റും കാണാനായിട്ട് ഇടയായി. ഇതെന്താ ബിഗ് ബോസിൽ വരുന്നവർക്കൊക്കെ ഇങ്ങനെ എന്നുള്ളൊരു ചിന്ത കമന്റ്സിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിൽ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ പറയണം എന്ന് എനിക്ക് തോന്നാനുണ്ടായ റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ബിഗ് ബോസ് താരമായിട്ടുള്ള ബ്ലെസ്ലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒക്കെ വീഡിയോയും കാര്യങ്ങളും ബ്ലെസ്ലി കൂളായിട്ടാണ് നടന്നു പോകുന്നത്. അവിടെ ഹായ് ഒക്കെ കൊടുത്ത് അവിടെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ബ്ലെസ്ലി കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. ഏതാണ്ട് ഒന്നും ചെയ്യാത്ത മട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ കൂളായിട്ട് നടന്നു പോകുന്ന ബ്ലെസ്ലിനെയും കാണാനായിട്ട് സാധിച്ചു. കണ്ട സമയത്ത് എനിക്ക് അതും വലിയൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ബ്ലെസ്ലിയെ പോലെ ഒരാൾ അവിടെ ദിൽഷ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആര് വിന്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലെസ്ലി ആയിരുന്നു. റോബിൻ കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ബ്ലെസ്ലി. പിന്നീട് ദിൽഷ വിജയിച്ചു. എന്നിരുന്നാൽ പോലും ഒരുപാട് പേർക്ക് അവിടെ ബ്ലെസ്ലി ആയിരുന്നു വിജയിക്കേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ദിൽഷ വിജയിച്ചതുകൊണ്ട് ബ്ലെസ്ലി 2ാം സ്ഥാനമായി. അപ്പോഴും ബ്ലെസ്ലിയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള ഇത്രയും കഴിവുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ബ്ലെസ്ലിയെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ തട്ടിപ്പിന് ജോലി കൊടുക്കാന്നുണ്ട്, പണങ്ങൾ തട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അത് ഇത്രയും വലിയ ന്യൂസ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത് തന്നെയാണല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും 2 ദിവസത്തിനിടയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള 2 ന്യൂസുകളാണ് ഇപ്പോൾ കേട്ടത്. ഒന്ന് ഷിജുവിന്റെ ന്യൂസും ബ്ലെസ്ലിയുടെ ന്യൂസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസങ്ങളാണ് ഇപ്പോൾ കേട്ടത്. 2 ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. ബിഗ്
ബോസ് എന്ന് പറയുന്ന ഷോയില് വന്നതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല. എന്നിരുന്നാൽ പോലും ഇതിൽ മത്സരിച്ച വ്യക്തികൾക്ക് ഓരോരോ കാരണങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് എന്ത് എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. ഇനിയിപ്പോൾ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന, അതിൽ നന്നായിട്ട് വളരെ നന്നായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അവരെ ആരും പറഞ്ഞു എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. ഇപ്പൊ നമുക്കറിയാം പേളിയാണെങ്കിലും അതുപോലെ തന്നെ വേറെയും ഒരുപാട് പേരുണ്ട്, ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഫാമിലി ആയിട്ട്. അപ്പോൾ മാരാരുടെ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബിഗ് ബോസിൽ വന്നവർക്ക് എല്ലാവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ലേ എന്ന് ഈ ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് എനിക്ക് സംശയം തോന്നി. എന്തായാലും ഷിജു അവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവർ പരസ്പര ബഹുമാനത്തോടു കൂടി എടുത്ത തീരുമാനമാണ്. അതിന് നമുക്കൊന്നും പറയാനായിട്ടില്ല. അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറാനുമില്ല. പക്ഷെ ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആണെന്നാണ് എനിക്ക് കേട്ട സമയത്ത് തോന്നിയത്. എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു.